നമ്മൾ നല്ലൊരു പാട്ട് ഇവിടെ പാടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടിപൊളിയായിട്ട് ഇറങ്ങാനിരിക്കുകയാണ്. അയ്യോ പോവല്ലേ ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ടെങ്കിൽ പാട്ട് മാത്രമേ ഇട്ട് പോകല്ലോ. അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നേരെ കയറിയാലോ, ഒന്ന് കണ്ട് നോക്കട്ടെ ഗൈസ്. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും വിശേഷം? സുഖമല്ലേ? പൊളിക്കണ്ടേ? അതാണ്. അപ്പോൾ നമ്മളത് വരുന്നത് കറക്റ്റ് സ്പോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കട്ടെ, ഒക്കെ പറഞ്ഞുതരാൻ. അപ്പോൾ ഷൂട്ടിങ് അവിടെ തുടങ്ങിക്കൊണ്ട് ഷൂട്ട് തുടങ്ങിയില്ലേ? സെറ്റൊക്കെ അല്ലേ? നമ്മുടെ മണി കേട്ടോ. പേര് പറഞ്ഞ പരിചയപ്പെടുത്തി കൊടുത്താ പേര് പറഞ്ഞെടുക്ക്. റഹീസ് എന്ത് ചെയ്യുന്നു? ഇപ്പം ലൈറ്റ് ഓൺ ആക്കണു. ഫായിസ്ഖാൻ്റെ വലം കൈ ഇടം കൈ 2 കൈ ആളാണ്. ഫായിസ്ഖ കയ്യിലാന്ന് പറഞ്ഞല്ലേ? അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറിയാ കേട്ടോ. കയറുമ്പോൾ തന്നെ ഒരു ദൈവത്തിൻ്റെ ദൈവമാണ്, എന്താ കൃഷ്ണനാ തോന്നുന്നു. അപ്പം എന്തായാലും അങ്ങനത് കണ്ട് ഷൂട്ടിങ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. തുടങ്ങിക്കണു. ഇതാണ് മേക്കപ്പ് ചെയ്യുന്ന ആള്. ഷൂട്ടിങ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫായിസ്ക ക്യാമറമാൻ ഫായിസ്ക കേട്ടോ. അങ്ങനെ പറഞ്ഞ മോളെ ഷൂട്ട് ഗൈസ്. അങ്ങനെ ഫായിസ്ക്കൊക്കെ അടാറ് ഷൂട്ടിങ്ങിന് കേട്ടോ. എന്നൊക്കെ ഷൂട്ടാണ് ചെയ്യണത്. എന്തായാലും നമ്മുടെ റൂഹാനും മറ്റു തുണയാനും ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ജിൽഷ നല്ല പാടിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പിന്നെ ശ്രേയ നല്ല പാടി കൊടുക്കുകയാണ്. നല്ല വിഷയം നമ്മളെ കൊച്ചിയിലായിട്ട് ഷൂട്ടുകളൊക്കെ വീഡിയോസ് ഇത് കഴിഞ്ഞ് കാണാൻ മനസ്സിലാവും. അങ്ങനെ ഒരുപാട് ഷൂട്ടിങ് തന്നെ അങ്ങനെ തലഞ്ഞ് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നത് എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെ തല തിരിച്ച് അങ്ങനെ എടുക്കട ഇങ്ങനെ എടുക്കടാന്ന് തല തിരിച്ച് പോകുന്നൊക്കെ ക്യാമറമാനോട് പറയുന്നുണ്ട്. എന്തായാലും എടുക്ക് ഒന്ന് റോളാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ എടുക്കാൻ പറഞ്ഞത്. എന്തായാലും ഞാനും ഡയറക്ടറാണെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെ ഫായിസ്ഖാൻ്റെ ക്യാമറ കേട്ടോ. എവിടെ ക്യാമറ വെക്കേണ്ട എന്താ ചെയ്യണത് ഫായിസ്ഖാക്ക് അറിയാം. ഫായിസ്ഖാനോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് കാരണം കൊണ്ട് ബുക്കും പേരും നമുക്ക് വേണമെന്നില്ല. ഫായിസ്ഖ ഷൂട്ടിങ് ഉണ്ടെങ്കിൽ മക്കളെ പുള്ളിയാണ്. പിന്നെ മടുക്കുത്തില്ല. ആരേട്ടൻ കുത്തുമ്പോൾ ഞാനും കുത്തി. ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞ് ഓഫ് ചെയ്തു. അതിന് ശ്രേയക്കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കല്ല പാട്ടിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിൽഷാനോട് അങ്ങനെ ഇറങ്ങിക്കാൻ പറഞ്ഞു. ജിൽഷാൻ ഇറങ്ങിന്ന് ബാദുഷാണെങ്കിൽ ഫോണിൽ കുത്തി കളിക്കുന്നുണ്ട്. എന്തോ കളിക്കണമെന്ന് ആർക്കും അറിയാം. അങ്ങനെ മക്കളെ ജിൽഷ തങ്ങളോട് നടക്കുന്നുണ്ട്. എന്താ നടക്കണേ? നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയെന്നല്ല. എന്താ സിനിമയുടെ പേര്? നമ്മുടെ എൻ്റെ ആഷിഫ് അലിയുടെ അല്ല, ഫഹദ് ഫാസിലിൻ്റെ എന്താ പടത്തിൻ്റെ പേര് ഓർമ്മയില്ല. അതേ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് തോന്നുന്നു ഷൂട്ട് തോന്നുന്നല്ല അങ്ങനെയാണ്. അങ്ങനെ ശ്രേയക്കോട്ടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പൊളിയായിരുന്നു, വൈബായിരുന്നു. ഇതിൻ്റെ ഈ നമ്മൾ ലൊക്കേഷൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടോ ഒന്ന് കണ്ടോക്ക്. നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടെ വരെ ഇതൊന്ന് വീഡിയോ ചെയ്തു. ഒരു പൊളി വൈബല്ലേ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിലോ. ഫായിസ്ഖാനൊക്കെ നോട്ട എന്തൊട്ട് നോട്ടാ. അങ്ങനെ ജിൽഷാദ് ഓരോന്നും അങ്ങനെ ആങ്ങിയാണിക്കിട്ട് കേട്ടോ. അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ജിൽഷാനോട് ചോദിച്ചു. ജിൽഷാദ് ആരും പറയാനല്ലേ ഞാനിന്. അങ്ങനെ വെള്ളം ഇട്ട് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ മക്കളെ നല്ല ഇതാണ്. നല്ല മഴയും കാര്യങ്ങളും. മഴ സമയത്താണ് ഷൂട്ട് ചെയ്യണത്. സമ്മതിക്ക് തന്നെ വേണം. ആരെ അങ്ങനെ ഗിറ്റാർസ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗിറ്റാർസിൻ്റെ ഷോട്ട് എടുക്കണം. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ പീപ്പിളി അങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയല്ല പാടുന്നത് ഇങ്ങനെ പാടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പാടിക്കൊണ്ടിരിക്കുകയാണ് ശ്രേയക്കുട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല. എൻ്റെ സെൽഫി വീഡിയോ ഗൈസ് ഞാനാട്ടോ, വേറെ ആരുമില്ലേ. അങ്ങനെ സെൽഫി വീഡിയോ ഒക്കെ ഇട്ട് ജിൽഷ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാട്ടോ. അങ്ങനെ പാടുന്നുണ്ട് ഇങ്ങനെ പാടുന്നുണ്ട്. ഞാൻ ഒറിജിനൽ പാട്ട് ഇതിൽ ഇടാത്തൊന്നും വരോ. ഇപ്പം നിങ്ങൾ എന്തായാലും 5 മണിക്ക് പാട്ട് കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് വീഡിയോ ആംബുലൻസ് പറഞ്ഞ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ലൊരു ആംബുലൻസും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയൊക്കെയാണ്. ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നമുക്ക് സൗകര്യം നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എറണാകുളത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കുന്ന കാര്യങ്ങളൊക്കെ പക്ക വെഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ വെഡിങ്ങിനൊക്കെ പറ്റിയ പക്ക സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ചേറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പഴയൊരു കൊട്ടാരം പോലെയാണ് ഈ സംഭവം കാണുന്നത് കേട്ടോ. ഇവിടുത്തെ എല്ലാവരും സ്നേഹം, അതുപോലെ തന്നെ സെക്യൂരിറ്റി, നടക്കാൻ പറ്റിയ സൗകര്യം കാര്യങ്ങളൊക്കെ. നമ്മൾ ലോക്കലാണ് കേട്ടോ. തുണിയും ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആംബുലൻസ് പറഞ്ഞാൽ പൊളി ആംബുലൻസാണ്. വരാതിരിക്കാൻ വയ്യ. ഇതിപ്പോൾ എവിടെ സ്ഥാപിച്ചത് നമുക്ക് കറക്റ്റ് എവിടെ വരുന്നത് നമുക്ക് ഓരോ തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഉള്ളിൽ കയറി വെക്കാം. ഫസ്റ്റ് കണ്ടില്ലേ ഫുള്ള് നല്ലൊരു ആംബുലൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സൗകര്യം കാര്യങ്ങൾ തന്നെ വരാം കേട്ടോ. ഏട്ടാ
പേര് എഡ്വേർഡ്. ഇത് നമ്മളെ സ്റ്റാഫ് കേട്ടോ. നമ്മൾ മടിച്ചിക്കൊന്നും നമുക്ക് പിന്നെ സ്റ്റാഫ് ഇതൊന്നുമില്ല. ഇവിടെ വന്ന പോലെ പുഞ്ചിരി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് തേച്ചെന്ന ആള് അല്ലേ? ഇത് ഇവിടുത്തെ മാനേജറോ എന്താണ്? ജീന അല്ല, ഇതിന്റെ മാനേജറാണ്. എന്താണ്? ഫ്രണ്ട് ഓഫ് സ്റ്റാഫ് അല്ലേ? ഇത് എവിടെ കറക്റ്റ് സ്ഥലം വരുന്നത്? ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അവിടെ. നമ്മളിപ്പോൾ ഇവിടുന്ന് മറൈൻ ഡ്രൈവ് ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ 70 കിലോമീറ്റർ അല്ലേ? 70. അപ്പോൾ ഇവരെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താട്ടോ ഒരു കാർഡിൽ കാണിച്ചു തരാം. പിന്നെ അത് ഇതിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യാം. മക്കളെ ഇതുപോലെ നിങ്ങൾക്ക് റൂംസോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ പക്കാ സെറ്റിങ്സ് ആണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ വലിയ റിസോർട്ടും കാര്യങ്ങളും കൊടുക്കില്ല. അതൊക്കെ പൊളി സാധനം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുത്ത സ്നേഹം കാര്യങ്ങളൊക്കെയും മൊത്തമാണ്. അതുപോലെ കാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് നമ്മുടെ നമ്പർ മെൻഷൻ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും പൊളി സ്ഥലം അവിടെ ഉള്ളിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? എന്തെങ്കിലും വൈബ് സ്ഥലം കാര്യങ്ങളൊക്കെ കേട്ടോ. ഇന്നലെ താമസിച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്നലത്തെ റൂമാണ്. കയറില്ലേ? കുഴപ്പമില്ല. ആ പഴയ മോഡല് ഇതാട്ടോ ഷെയർ. അപ്പം എല്ലാ സാമന്ത് പോയി കഴിഞ്ഞിട്ടാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇന്നലത്തെ റൂം ചെറിയ റൂമാണ്. പക്ഷെ ഇതിൽ ഹൈ ലെവൽ റൂമായിട്ട് കാണിച്ചു തരാൻ പോണത്. ഇവിടെയൊക്കെ നമ്മൾ ഇരിക്കാനും വൈബ് നൈറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ പറ്റിയ വൈബ് കേട്ടോ. ഇത് റൂം എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ സൗകര്യം ഉണ്ടല്ലേ? അത്രേ ഉള്ളൂ. എന്തായാലും തൊട്ടപ്പുറത്ത് നല്ല ബീച്ച് അല്ലേ? 5000 ഏറ്റവും കൂടിയ എത്ര? 14. ഇത് റൂം ആണോ? 14 ഒരു ദിവസം കുറച്ചിന് 40,000 റുപ്യ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാ? ഞങ്ങളത്തെ റൂം വെക്കേറ്റ് ആയിക്കോണം. നേരത്തെ അടുത്ത റൂം വെക്കേറ്റ് ആയിക്കോണം. ഇതാണ് റൂം വരുന്നത്. ജമ്മു ഞങ്ങൾക്ക് നിലനിന്ന റൂം ഇത്ര ഒന്നും ഇല്ലല്ലേ? ഇത് എത്ര റൂമാ? 9,000. അപ്പോൾ ഇതാണ് 9,000. അപ്പോൾ കപ്പിൾസിന് അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ഇതിൽ എത്ര ആൾക്ക് താമസിക്കാം? 4 വരെ കൊടുക്കാം. ഓക്കെ. പക്ക സെറ്റപ്പും കാര്യങ്ങളും കേട്ടോ. ഒരു മണിയേറ ലുക്ക് തന്നെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് വരാൻ നിങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ കപ്പിൾസ് വീഡിയോ കാര്യങ്ങൾ കൊടുക്കൂലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ചായ ഉണ്ടാക്കാൻ സെറ്റപ്പൊക്കെ ഉണ്ടല്ലേ? പിന്നെ അതുപോലെ തന്നെ 2-3 ആൾക്കാർ വന്നാലും ഒരാൾക്ക് ഇവിടെയും കിടക്കാം, കുഴപ്പമൊന്നുമില്ല. ആ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടാവുക? മതി പള്ള അറിഞ്ഞു. അപ്പോൾ എന്തായാലും മക്കളെ സെറ്റാട്ടോ. എന്തായാലും AC ഫാൻ എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വൈബാട്ടോ. എന്തായാലും ഇപ്പോൾ ഇതാണ് റൂംസ് വരുന്നത്. നമ്മളെ വീട്ടിലത്തെ 1000 റൂം ഒന്നിച്ചെങ്ങനെ അതേപോലെ തന്നെ TV അതുപോലെ തന്നെ ഒരു വലിയ ഓഫീസറും കസാര സെറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. മാഷാ അല്ലാഹ്. എന്തായാലും അപ്പോൾ നിങ്ങൾ കൊച്ചിയിലൊക്കെ വരികയാണെങ്കിൽ നേരെ മറൈൻ ഡ്രൈവ് അവിടെ നിന്ന് റൂം എടുത്ത് കാലില്ല നേരെ അങ്ങോട്ട് ഫോർട്ട് കൊച്ചി വന്നു. നല്ല കാഴ്ചകളും കാണാം. പക്ക ഉഷാറായിട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ 12 മണിക്കൂറോ അതോ 24? ആ അതൊക്കെ ഒരു പറച്ചിൽ അങ്ങനെ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സ്നേഹമാണ് അവർക്ക്. നല്ലൊരു കുതിരക്കുട്ടി ഉണ്ട് ഇവിടെ. ഒന്നുകൂടി പറ. ചരിത്രപരമായി ബന്ധമുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടേത്. റോബർട്ട് ബ്രിസ്റ്റോയുടെ പാലസ് ആണിത്. റോബർട്ട് ബ്രിസ്റ്റോ അതായത് നിങ്ങൾ ഈ നടന്നു വരുന്ന ആദ്യത്തെ പാലില്ലേ ക്രോസ് ചെയ്ത് എറണാകുളത്ത് ഇങ്ങോട്ട് വരുന്നത്, ആ പാലം ആദ്യം ഉണ്ടാക്കിയ ആള് റോബർട്ട് ബ്രിസ്റ്റോ ആണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം അവിടെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് വരാം എന്ന് ആദ്യം കണ്ടുപിടിച്ച് അത് ചെയ്തതും ഇവിടുത്തെ കപ്പലുകൾക്കെല്ലാം വരാനുള്ള ആദ്യത്തെ ലൈറ്റ് ഹൗസ് സെറ്റ് ചെയ്തത് റോബർട്ട് ബ്രിസ്റ്റോ ആണ്. ആ ലൈറ്റ് ഹൗസ് ഇവിടെ താഴെ ഉണ്ട്, തൊട്ട് താഴെ. ചരിത്രം മക്കളെ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്ന കേട്ടോ, ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് കാണിച്ചു തന്നല്ലോ. ഇവിടെയൊക്കെ ആംബുലൻസ് പൂളിയോട്ടോ മക്കളെ. നൈറ്റ് വ്യൂ കുറച്ചെങ്കിലും കാണിച്ചു തരാം. ഇപ്പൊ നൈറ്റ് ആവും, ഒരു വ്യൂ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്, അപ്പൊ മനസ്സിലാവും. നല്ലൊരു മഴ പെയ്ത് എന്തായാലും നല്ല റൂംസും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് കാണിച്ചു കൊടുത്തു. പൂളും കാര്യങ്ങളൊക്കെ വസ്തുത കാണിച്ചു. ഇതോ പഴയ ലൈറ്റ് ഹൗസ് കേട്ടാ. കൊച്ചിയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ്.
ഇതോ ഇത് മക്കളെ കൊച്ചിയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ഇവിടെ നിൽക്കുന്നത്. അതിന് ഭാഗ്യം കിട്ടി. ഷൂട്ടിൻ്റെ കാട്ടും കേട്ടോ. അതിലെന്തൊക്കെ എഴുതിക്കണു. ഇതിപ്പോ ശരിക്കും സ്ഥാപനം ആരെ? ഇത് ശരിക്കും ഇപ്പൊ ആരല്ലേ? ആരാ? അവരുടെ മെയിൻ സുബീര എനർജി അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം അവരുടെയാണ്. പോർട്ടിൻ്റെ അവരെടുത്തിരിക്കുകയാണ്. അവരുടെ ഞങ്ങൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മക്കളെ. അപ്പോൾ അങ്ങനെ അതൊന്നും കാണാൻ പറ്റി കേട്ടോ. പേര് ജീന അല്ലേ? ജീന. അപ്പോൾ ഇവിടെ പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ നമ്മളെ ലൈറ്റ് ഹൗസിൻ്റെ കൊച്ചിയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടോ. അപ്പോൾ മക്കളെ ഞങ്ങളൊന്നും നോക്കണ്ട. ഇനി എന്തിനും ഷൂട്ടോ അതേപോലത്തെ കപ്പിൾസ് വീഡിയോ കാര്യങ്ങൾ അതുപോലത്തെ താമസിക്കാനുണ്ടെങ്കിൽ കൊച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് എന്തിനും നമ്മൾ 2000-3000 റൂമിൽ 2000 കൂടി കൂട്ടി കഴിഞ്ഞാൽ നല്ല അടിച്ചു പൊളി താമസിക്കാനാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുക്ക് പോയോക്കട്ടെ. അപ്പോൾ എന്തായാലും മറക്കണം. വേറെ കാര്യം കാണിക്കണ്ട, ഞങ്ങളുടെ മാത്രമല്ല ബാക്കി എല്ലാവരും. അപ്പോൾ മക്കളെ അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പക്ഷേ കുട്ടിയുടെ ഷൂട്ട് കഴിഞ്ഞ് എന്താ ഷൂട്ട് പറയല്ലേ? അതെ, നമ്മൾ നല്ലൊരു പാട്ട് ഇവിടെ പാടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടിപൊളിയായിട്ട് ഇറങ്ങാനിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ ഞങ്ങൾ റൂഹാനുമ്മ സ്വീകരിച്ച പോലെ റൂഹാനും മറ്റു പാട്ട് സ്വീകരിക്കണം. നമ്മൾ റൂഹാനും ഒത്തിരി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം അല്ലേ? അതാണ്. അപ്പോൾ എന്തായാലും പോകാൻ വൈകിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.